ഈ 3 പൂവിൻ്റെയും മണമാണ് നമുക്ക് ഓപ്പണിൽ സ്പ്രേ ചെയ്യുമ്പോൾ കുറേയേറെ എനിക്ക് ഓർമ്മകൾ വരുന്നത്. കനകാമ്പരമാണോ ഒരു പീച്ച് കളറിൽ പോകുന്നത്, കനകാമ്പരമാണെന്ന് തോന്നുന്നു. കനകാമ്പര പൂവൊക്കെ തലയിൽ ചുറ്റി മെമ്മറീസ് അങ്ങനെയാണ്, ഇമ്മോർട്ടൽ ആയിരിക്കും. ഒരു മരണം കാണില്ല. ചില പെർഫ്യൂം അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പഴയ കാലത്തിൻ്റെ ഓർമ്മ വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു പഴമയുടെ ഒരു മണമല്ല. എന്നാൽ ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ഈ 2017 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയായിരിക്കും, കുറച്ച് മോഡേൺ ടച്ചോട് കൂടി കൊണ്ടുപോകാൻ എങ്ങനെയായിരിക്കും, അത് തന്നെയാണ് ആ വിധ പൂക്കളുടെയും ഒരു അമാൽഗമേഷൻ ആയിരിക്കും അല്ലേ. അത്തരത്തിലുള്ള ഉറപ്പായിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. 10 ഔട്ട് ഓഫ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗുച്ചി ബ്ലൂം. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള 2-3 പേര്, അതിൽ 2-3 പേര് ലേഡീസാണ് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ വാങ്ങണം എന്ന് കരുതിയൊരു പെർഫ്യൂമാണ് ഗുച്ചി ബ്ലൂം. ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ഇതിൻ്റെ മണം എങ്ങനെയാണ്, എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഒക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാം, കോംപ്ലിമെൻറ്റ്സ് കിട്ടുമോ, വർത്താണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ശരി, ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബോട്ടിൽ ഡിസൈൻ. ബോട്ടിൽ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. ഒരു പഴയ അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഒരു ടാൽക്കം പൗഡറിൻ്റെയൊക്കെ ഒരു ബോട്ടിൽ ഡിസൈൻ. കളറും അത്തരത്തിൽ തന്നെയുള്ള ഒരു റെട്രോ ഫീൽ തരുന്ന ഒരു തരം കളർ ഇഷ്ടപ്പെട്ടു. ഒരു ക്രീമി മിൽക്കി സാൻഡൽവുഡിൻ്റെയൊക്കെ ഒരു കളർ. ബോട്ടിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്ലാസ്സാണ്, പ്ലാസ്റ്റിക് അല്ല, കട്ടിയുള്ള ഗ്ലാസ്സാണ്. ഹോൾഡ് ചെയ്യാനും കൊള്ളാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കയ്യിൽ വിയർപ്പിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിടിക്കരുത്, കാരണം തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. താഴെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. മുകളിൽ ഗുച്ചി എന്ന് എംബ്ലം കാണുന്നുണ്ടോ? ഗുച്ചി. ക്യാപ്പിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം കട്ടിയുള്ള ക്യാപ്പാണ്. നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്പ് പിടിച്ചിട്ട് പൊക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബോട്ടിൽ ഡിസൈൻ കൊള്ളാം, സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പഴയ കാലത്ത് അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. കളറും കൊള്ളാം. ഇവിടെ ഗുച്ചി ബ്ലൂം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ആലേഖനം ചെയ്തിട്ടില്ല. ഇപ്പോൾ 2017 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ആ വർഷം തന്നെ ഏതൊക്കെ അവാർഡ് മേടിച്ചിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം. നമ്മുടെ എന്താ പറയുക, പ്രസിദ്ധനായ ആൽബർട്ടോ മൊർലാസ് തന്നെയാണ് ഇതിൻ്റെയും ക്രിയേറ്റർ. പുള്ളിക്കാരൻ ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം ഫ്രഷ് പെർഫ്യൂമിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് മാറും. അദ്ദേഹം സ്പൈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ബിഗ് ഹിറ്റായിട്ട് മാറും. അദ്ദേഹം ഫ്ലോറൽ ടൈപ്പ് പെർഫ്യൂമിൽ കൈവച്ചാൽ അത് വലിയൊരു ഹിറ്റായിട്ട് മാറും. ഒരു പ്രത്യേക ഒരു മാജീഷ്യൻ തന്നെയാണ് ആൽബർട്ടോ മൊർലാസ്. പുള്ളിക്കാരൻ്റെയാണ് ഇവിടെ എന്താണ് പ്രൊഫൂമോ, അതുപോലെ തന്നെ യാതൊരു ബന്ധമില്ലാത്ത ബുൾഗാരി മാനിൻ ബ്ലാക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫ്യൂമാണ് ഗുച്ചി ബ്ലൂ. പറഞ്ഞതുപോലെ അവാർഡും കിട്ടി. അപ്പോൾ നമുക്കിതിൻ്റെ മണം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ജാസ്മിൻ, ട്യൂബറോസ്, മിഡിൽ നോട്ട് ട്യൂബറോസ്, ബേസ് നോട്ട് വരുമ്പോൾ റംഗൂൺ ക്രീപ്പർ എന്നൊരു പൂവ്. ഇപ്പോൾ ഈ 3 പൂവ് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ തൊടിയിൽ വളരുന്ന പൂക്കൾ തന്നെയാണ്. ഇവിടെ നിന്നാണ് വിദേശത്തൊക്കെ പോയിട്ടുള്ളത് ഈ പൂക്കൾ. ഇപ്പോൾ ജാസ്മിൻ, മുല്ലപ്പൂ, ട്യൂബറോസ് എന്നുള്ളത് രജനീഗന്ധി എന്നും നിഷിഗന്ധി എന്നും വിളിക്കപ്പെടുന്ന ഒരു പൂവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പൂവ് തന്നെയാണ്. ഈ റംഗൂൺ ക്രീപ്പർ, ഈ ഒരു പൂവിനെ ഒരു കാട്ടുപൂവാണ് റംഗൂൺ ക്രീപ്പർ. ഈശ്വരമുല്ല, യശോദപ്പൂവ്, കാട്ടുപുല്ലൻ എന്നൊക്കെയാണ് ഈ പൂവിനെ അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ല മണമുള്ള പൂവ് തന്നെയാണ്. ട്യൂബറോസ് ആണെങ്കിലും ഈ റംഗൂൺ ക്രീപ്പർ ആണെങ്കിലും അത്യാവശ്യം ഒരു മണമുള്ള ഒരു പൂക്കൾ തന്നെയാണ്. രാത്രി കാലങ്ങളാണ് ഇതൊക്കെ പൂക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഈശ്വരമുല്ല എനിക്കൊന്ന് ഉച്ച സമയത്തൊക്കെ ആയിരിക്കും തോന്നുന്നു പൂക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതൊക്കെ ഒരു മണമുള്ള പൂക്കളാണ്. അപ്പോൾ ഈ 3 പൂവിൻ്റെയും മണമാണ് നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ, നല്ല സ്പ്രെയർ, നല്ലപോലെ മണം, നല്ലപോലെ ജ്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ കുറേയേറെ എനിക്ക് ഓർമ്മകൾ വരുന്നുണ്ട്. കുറേയേറെ ഓർമ്മകൾ. അതായത് പണ്ട് ഞാനൊക്കെ കൊച്ചായിരുന്ന സമയത്ത്, കുട്ടിയായിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ കല്യാണം, നമ്മുടെ കുടുംബത്തിലോ ബന്ധുവിൻ്റെയോ കല്യാണമൊക്കെ വരുന്ന സമയത്ത് അന്ന് അമ്മമാരൊക്കെ പുതിയ സാരിയൊക്കെ ഉടുത്ത് തലയിൽ മുല്ലപ്പൂവും, കനകാമ്പരമാണോ ഒരു പീച്ച് കളറിൽ പൂവുള്ള കനകാമ്പരമാണെന്ന് തോന്നുന്നു. കനകാമ്പര പൂവൊക്കെ തലയിൽ ചുറ്റിയിട്ടൊക്കെ ഈ കല്യാണത്തിന് വരുമ്പോൾ ഇവർ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണമുണ്ട്, ഈ പൂക്കളുടെ ഒരു മണം. ആ ഒരു നൊസ്റ്റാൾജിക്
ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം ഈ കുപ്പിയിൽ നിറച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അതാ ഓർമ്മ വന്നത്. കാരണം ചില മെമ്മറീസ് അങ്ങനെയാണ്, ഇമ്മോർട്ടൽ ആയിരിക്കും, ഒരു മരണം കാണില്ല ചില ഓർമ്മകൾക്ക്. ഇത് ഇങ്ങനെ നമ്മൾ വളരും തോറും ആ ഓർമ്മകളും കുറേ കൂടി ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് വലുതായിക്കൊണ്ടിരിക്കും, സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഓർമ്മയാണ് എനിക്ക് ഈ ഒരു സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് അതും കിട്ടിയത്. അതേപോലെയുള്ള ആ പഴയ കാലത്തെ ഓർമ്മ. എന്നാൽ ഇതൊരു വിൻറ്റേജ് പെർഫ്യൂം അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പഴയ കാലത്തിൻ്റെ ഓർമ്മ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു പഴമയുടെ ഒരു മണമല്ല. എന്നാൽ ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ഈ 2017 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയായിരിക്കും, കുറച്ച് മോഡേൺ ടച്ചോട് കൂടി കൊണ്ടുപോകാൻ എങ്ങനെയായിരിക്കും, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടവും ആ ഒരു മണവും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് ഇത് കണക്റ്റഡ് ആവും ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ടോപ്പ് നോട്ടിൽ തന്നെ ഇനീഷ്യലി നമുക്ക് മുല്ലയുടെ മണം കിട്ടും. അത് നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഈ ഓട്ടോമൈസർ ഒന്ന് മൂക്കിനടുത്തിട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ട്യൂബ്രോസും ഈ റംഗൂൺ ക്രീപ്പർ അല്ലെങ്കിൽ യശോദപ്പൂവ്, ഇത് സ്മെല്ല് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ നോട്ട് അറിയുമായിരിക്കും. ട്യൂബ്രോസ് എനിക്കറിയാം, ഞാൻ സ്മെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യശോദമുല്ല അല്ലെങ്കിൽ ഇത് ഞാൻ റംഗൂൺ ക്രീപ്പർ ഞാൻ സ്മെല്ല് ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല. പക്ഷേ ഓവറോൾ നമുക്കൊരു വൈറ്റ് ഫ്ലോറൽ, യെല്ലോ ഫ്ലോറൽ, അങ്ങനെയുള്ളൊരു പൂക്കളുടെ മണമാണ്. ഒരു ഗാർഡൻ, വലിയൊരു ഗാർഡൻ, ആ ഗാർഡനിൽ നിറയെ പൂക്കൾ, അതിൽ റോസ് ഉണ്ടാവാം, പലതരത്തിലുള്ള പൂക്കളുണ്ടാവും, പലതരത്തിലുള്ള മണങ്ങൾ, സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഗാർഡൻ, തേനീച്ചകളും, നല്ല ഒരു സണ്ണി ആയിട്ടുള്ളൊരു കാലാവസ്ഥ, അന്തരീക്ഷമൊക്കെ തെളിഞ്ഞൊരു കാലാവസ്ഥ. ആ കാലാവസ്ഥയിൽ പൂത്തു നിൽക്കുന്ന കുറേ പൂക്കൾ, വണ്ടുകൾ, മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഈ പറഞ്ഞൊരു ഗാർഡനിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന മണം എന്തായിരിക്കും? എല്ലാവിധ പൂക്കളുടെയും ഒരു അമാൽഗമേഷൻ ആയിരിക്കും അല്ലേ? അത്തരത്തിലുള്ള ഒരു മണമാണ് ഈ ഒരു പൂക്കളുടേത്. അപ്പോൾ അതാണ് ഈ ഒരു ഗുച്ചി ബ്ലൂം പേര് സൂചിപ്പിക്കുന്ന പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ മണം. മസ്റ്റായിട്ട് വാങ്ങുക, തീർച്ചയായിട്ടും വാങ്ങുക. പൂക്കളെ സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ടും വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. 10 ഔട്ട് ഓഫ് 10. ഞാനത് 10 ഔട്ട് ഓഫ് 10 പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഈ പൂക്കളുടെ മണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിന്തറ്റിക് ആയി പോകാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കെമിക്കൽ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ യാതൊരു കൃത്രിമത്വം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിലെ കാട്ടുമുല്ലയുടെ മണം. കാട്ടുമുല്ല എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കരമായിട്ടൊരു മണം ഉണ്ടാവും. അതിങ്ങനെ ആ മുല്ല ഇങ്ങനെ വിടരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറിയ വെള്ളത്തുള്ളികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണം ഉണ്ടല്ലോ, കാട്ടുമുല്ലയുടെ ആ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണവും ഒപ്പം നമുക്ക് എന്തൊക്കെ അനുഭൂതികൾ സമ്മാനിക്കുന്ന ഒരു മണം. പലപ്പോഴും ഈ മുല്ലപ്പൂവിൻ്റെ മണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫെയിലായി പോകും, അല്ലെങ്കിൽ ഒരുപാട് അത്തറിൻ്റെ മണമായിട്ട് വരും. നമ്മൾ കടകളിലൊക്കെ ഗൾഫ് ഷോപ്പിലും അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഉരുട്ട് സ്പ്രേ ഉണ്ടല്ലോ, കയ്യിലൊക്കെ ഉരുട്ടുന്ന സ്പ്രേ, അതിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോൾ ഭയങ്കര കുത്തലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരും, മറ്റുള്ളവർക്ക് തലവേദന വരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ഒരു പെർഫ്യൂമിലില്ല. കാരണം ഇത് നാച്ചുറലായിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കനകാംബര പൂവിൻ്റെയൊക്കെ മണം, ആ ഒരു ഡാർക്കായിട്ടുള്ള ആ ഒരു മണം വളരെ സെറ്റിലായിട്ട് നമുക്ക് ആ മണം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറേയേറെ പൂ, ഇതിനകത്ത് 3 പൂക്കളുടെ നോട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമുക്ക് ഒരുപാട് പൂക്കളുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് പൂക്കൾ, എനിക്ക് പൂക്കളുടെ കാര്യം കൂടുതൽ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മകളെയും ഞാൻ മനസ്സിൽ താലോലിച്ച് നടന്ന പല കാര്യങ്ങൾ, പല ഓർമ്മകൾ എന്നെ ഇത് പല കാലഘട്ടത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പലപ്പോഴും വീട്ടിൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അമ്മയ്ക്ക് അത്ര ചില മണങ്ങളോട് വലിയ താല്പര്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഗംഭീരമായി എന്ന് പറയുന്ന പല പെർഫ്യൂമേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെട്ടു. ഇത് സ്മെല്ല് ചെയ്ത ഉടനെ തന്നെ അമ്മ പറഞ്ഞു, അയ്യോ ഇത് പഴയ എന്തൊക്കെ ഓർമ്മ. എനിക്കും അതേപോലുള്ള ഓർമ്മകൾ വന്നു. അപ്പോൾ മസ്റ്റായിട്ടും വാങ്ങുക. പൂക്കളോട് താല്പര്യമുള്ളവർക്ക്, പൂക്കളുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങാം. ഇനി ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. പൂക്കളുടെ സ്നേഹിക്കാത്ത ആരാ ഉള്ളത്? അതിന് പ്രത്യേകിച്ച് പ്രായം വല്ലതും ഉണ്ടോ? ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം അത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് മുതിർന്നവർക്ക് യൂസ് ചെയ്യാം, യൂത്തായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഈ 2 കൂട്ടർക്കും, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. പൂക്കളെ സ്നേഹിക്കുന്നവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പോൾ പ്രായമോ നിലയോ എന്നൊരു പ്രശ്നമല്ല. ഒക്കേഷൻ എന്ന് പറയുന്നത്
ഇപ്പോൾ യൂത്തായിട്ടുള്ളവർക്ക് കോളേജിൽ അടിക്കാം, പക്ഷെ അടിക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ എല്ലാ ദിവസവും അടിക്കാൻ പാടില്ല. കോളേജിൽ എന്തെങ്കിലും ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലുള്ള സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കോംപ്ലിമെൻറ്റ്സ് ഉറപ്പായിട്ടും കിട്ടും. ഇനി ഇതിൻ്റെ പ്രായമുള്ളവർക്ക് കല്യാണം പോലുള്ള ചടങ്ങുകൾ, അതുപോലെ യൂത്തായിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് അറിയാമല്ലോ, നിങ്ങൾക്ക് ഈ പ്രായവും നിലയും അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാർട്ടിയിലും, അതായത് ക്ലബിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഫ്ലോറൽ സ്മെല്ലല്ലേ, ക്ലബിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കി ഏത് ചടങ്ങിനും നമുക്കിത് ഉപയോഗിക്കാം. കോംപ്ലിമെൻ്റ് ഉറപ്പായിട്ടും കിട്ടും, ആൾക്കാർ തിരിഞ്ഞു നോക്കും. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അടിച്ചിട്ട് വൈകുന്നേരം കുളിച്ചു, ഇന്ന് രാവിലെയും കുളിച്ചിട്ടും എനിക്കിൻ്റെ ഡ്രൈ ഡൗൺ കിട്ടുന്നുണ്ട്. സ്ട്രോങ് ആണ്. ബോഡിയിൽ തന്നെ എൻ്റെ ശരീരത്തിൽ അധികം മണം അങ്ങനെ നിൽക്കാറില്ല, കാരണം എനിക്ക് ഈ വിയർപ്പിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അധികം മണം അങ്ങനെ നിൽക്കാറില്ല. എന്നിട്ട് പോലും എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നേക്കാൾ നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന ചിലർക്കൊക്കെ ഉണ്ട്. അപ്പം ചിലരുടെ സ്കിന്നിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിലാണെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എനിക്ക് അത്ര ലാസ്റ്റ് ചെയ്യാറില്ല. എന്നിട്ട് പോലും എനിക്കൊരു 10-18 മണിക്കൂറോളം എൻ്റെ കയ്യിലെ മണം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ഈ ചൂടത്ത്. അപ്പോൾ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, ലാസ്റ്റിങ്ങിൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ പ്രൊജക്ഷൻ, വെറും ഒരൊറ്റ സ്പ്രേ കൊണ്ട് വൈകുന്നേരവും രാത്രിയൊക്കെ എനിക്ക് മണം വരുന്നത്. കുളിച്ചിട്ട് വന്നിട്ടും എനിക്ക് ഒരു മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ബീസ്റ്റാണ്. നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്കയിൽ നോക്കുമ്പോൾ ഇതൊക്കെ മോഡറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്കയിൽ റിവ്യൂസ് നോക്കിയിട്ടല്ല നിങ്ങൾ ഒരിക്കലും പെർഫ്യൂം വാങ്ങേണ്ടത്. പേഴ്സണലി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ അടിച്ചു നോക്കുക. ശരീരത്തിലും ബോഡിയിലും വസ്ത്രങ്ങളിലൊക്കെ അടിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബീസ്റ്റാണ്, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഈ ഒരു സമ്മർ സീസണിൽ യൂസ് ചെയ്യാം, വിൻ്റർ സീസണിൽ പറയേ വേണ്ട. അപ്പോൾ എനി സീസണിൽ യൂസ് ചെയ്യാം, രാത്രിയിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പൂക്കളൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ പൂക്കുന്ന പൂക്കളൊക്കെയാണ്. അപ്പോൾ ഏത് സീസണിൽ യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ലോങ്ജിവിറ്റി ബീസ്റ്റാണ്, പ്രൊജക്ഷനും ബീസ്റ്റാണ്. ഭയങ്കരമായിട്ടുള്ള പ്രൊജക്ഷനുണ്ട്. ഒരു 4-5 സ്പ്രേ കൊണ്ട് തന്നെ, ഒരൊറ്റ സ്പ്രേ കൊണ്ട് മുറി മുഴുവനും നിറയും. 4-5 സ്പ്രേ കൊണ്ട് വീട് കംപ്ലീറ്റ് നിറയും. അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ലോങ്ജിവിറ്റിയിലും പ്രൊജക്ഷനിലും യാതൊരു പ്രശ്നവുമില്ല. എനി സീസൺ, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഇനി പ്രൈസ് വരുമ്പോൾ ഏകദേശം 10,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ചിലപ്പോഴൊക്കെ ഓഫറിൽ 9,000 അടുപ്പിച്ചൊക്കെ റേറ്റ് വരാറുണ്ട്. ലുലുവിലൊക്കെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. പൂക്കളുടെ മണമുള്ളവർ മാത്രം ട്രൈ ചെയ്യേണ്ടതാണ്. അല്ലാതെ സ്വീറ്റ്, ഫ്രഷ് ആയിട്ടുള്ള അക്വാട്ടിക് ഷവർ ജെൽ ടൈപ്പ് പെർഫ്യൂംസിനോടാണ് താല്പര്യമുള്ളവർ ഒരു കാരണവശാലും ഇതിനെ തലവയ്ക്കരുത്. പൂക്കളെ സ്നേഹിക്കുന്നവർക്കൊക്കെ വാങ്ങാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും എൻ്റെ ഈ വൈബ് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. വാങ്ങിയിരിക്കുക, നിങ്ങൾക്ക് എന്തായാലും കോംപ്ലിമെൻറ്റ് കിട്ടും. ഞാൻ വീണ്ടും ഈ ഒരു പെർഫ്യൂം വാങ്ങും. എൻ്റെ അനിയത്തിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർഫ്യൂം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബ്ലാക്ക് ഓപ്പിയം നിങ്ങളുടെ കളക്ഷനിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു പെർഫ്യൂം ബ്ലാക്ക് ഓപ്പിയം. ഇത് ഉറപ്പായിട്ട് വാങ്ങുക. ബ്ലാക്ക് ഓപ്പിയം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. കൂടുതലും നമ്മുടെ ബ്ലാക്ക് ഓർക്കിഡ് ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡ് യൂസ് ചെയ്ത പോലെ വുമൻസ് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഒരു വാനില, കോഫി, ഫ്ലവർ, ഇതൊക്കെയാണ് നോട്ട് വരുന്നത്. നല്ല ലോങ്ജിവിറ്റിയാണ്. അതുപോലെ തന്നെ ബീസ്റ്റായിട്ടുള്ള പ്രൊജക്ഷനും ലോങ് ലാസ്റ്റിങ്ങുമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട പെർഫ്യൂമാണ് ബ്ലാക്ക് ഓപ്പിയം. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ബോട്ടിലൊക്കെ നല്ല രസമാണ്, ബോട്ടിലാണ് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൂ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. പിന്നെ അക്വാഡിജ എസൻസ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് അക്വാഡിജ എസൻസ. ഇത് ഡിസ്കണ്ടിന്യൂഡ് ആണ്, വാങ്ങാൻ ഒരിക്കലും കിട്ടില്ല. നിർത്തി കളഞ്ഞു ഈ ഒരു പെർഫ്യൂം. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഈ ഒരു പെർഫ്യൂമിനുണ്ട്. ഇത് കിട്ടിയാൽ വാങ്ങുക. അപ്പോൾ ഈ ഒരു റിവ്യൂവിൻ്റെ കൂടെ ഇത് രണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു ഗുച്ചി ബ്ലൂം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറയാം. താങ്ക് യു സോ മച്ച്.